ഒരു ഉമ്മാന്റെ മയ്യത്ത് കൊണ്ടുവന്നിട്ട് അത് കാൽക്ക് മുടന്നുള്ളത് കൊണ്ട് അവർക്ക് വേഗം തിരിച്ചറിയാൻ കഴിഞ്ഞു. അപ്പൊ അങ്ങനെ കൊണ്ടുവന്ന് തലഭാഗം ഒന്നും ഇല്ലാതെ ചെയ്തിട്ടുണ്ടോ? പല ഭാഗത്തും തല ഇല്ലാത്തതുണ്ട്, കാലില്ലാത്തതുണ്ട്, പിന്നെ നര താഴോട്ടില്ലാത്തതുണ്ട്. ഒറ്റ ദിവസം തന്നെ നമ്മൾ 4.5 മണിക്കൂർ കൊണ്ട് 52 കബർ ഇവിടെ കുഴിച്ചിട്ടുണ്ട്. ഇവിടെ ചെങ്കുത്തായ സ്ഥലമാണ്. പക്ഷെ അതൊക്കെ കേരളത്തിന്റെ പല ഭാഗത്ത് നിന്ന് ആൾക്കാർ വന്നിട്ട് അവരെന്നെ ആയുധങ്ങളൊക്കെ കൊണ്ടുവന്ന് കബർ വൃത്തിയാക്കി. കേരളത്തിലെ സംഘടനയോ ഈ അനുഭവം ആർക്കും വരും. നമ്മളെ ജീവനും ഒന്നും ഒരു സെക്കൻഡ് പോലും വാല്യൂ ഇല്ല. അപ്പോൾ ഇതൊന്നും നമ്മൾക്ക് എന്താക്കാൻ കഴിയൂല, നാളേക്കുള്ള ഒരു മുതൽക്കൂട്ടാവില്ല. നമ്മളെന്നും ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ നിന്നാൽ അതിൽ നമുക്ക് വലിയ സന്തോഷങ്ങളുണ്ടാവും. ഈ അനുഭവം ആർക്കും വരും. നമ്മളെ ജീവനും ഒന്നും ഒരു സെക്കൻഡ് പോലും വാല്യൂ ഇല്ല. അപ്പോൾ ഇതൊന്നും നമ്മൾക്ക് എന്താക്കാൻ കഴിയൂല, നാളേക്കുള്ള ഒരു മുതൽക്കൂട്ടാവില്ല. നമ്മളെന്നും ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ നിന്നാൽ അതിൽ നമുക്ക് വലിയ സന്തോഷങ്ങളുണ്ടാവും. നമസ്കാരം. വയനാട്ടിലെ ഈ ഉരുൾപൊട്ടലില് വല്ലാത്ത വിഷമത്തിലാണ് ജനങ്ങളൊക്കെ. അതിനപ്പുറത്തേക്ക് മേപ്പാടിയിലുള്ള ആളുകൾ വല്ലാത്ത ഭീതിയിലാണ് ശരിക്കും. കാര്യം ഞാനിപ്പോ നിൽക്കുന്നത് മേപ്പാടി ടൗൺ ജുമാ മസ്ജിദിന്റെ ഖബർസ്ഥാനിലാണ്. ഈ ഖബർസ്ഥാനിൽ നിന്ന് 53ഓളം മയ്യത്തുകൾ ഇവിടെ മറവ് ചെയ്തു. ബാക്കി മറവ് ചെയ്യാൻ വേണ്ടി ഖബറുകൾ കുഴിച്ചിട്ടിരിക്കുന്ന ഒരു അവസ്ഥ, വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. ഈ സന്ദർഭത്തിൽ പോലും മറ്റു ജില്ലകളിൽ നിന്ന് വന്നാണ് ഖബർസ്ഥാനിലെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ കൊടുവള്ളിയിൽ നിന്ന് വന്നാ അല്ലേ? കൊടുവള്ളിയിലെ ആണല്ലേ? 53ഓളായില്ലേ? നിങ്ങൾ ഇവിടെ നടന്ന സംഭവം നടന്ന അതേ സമയത്തുണ്ടോ? അതോടെ ഉച്ചയാകുമ്പോഴേക്ക് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് പോയിട്ടില്ല. പിന്നെ ഇതിന്റെ ചുറ്റുപാടുള്ള പള്ളികളിൽ വേറെയും മറവ് ചെയ്തിട്ടുണ്ട്. ഈ പള്ളിയിൽ മാത്രം, ടൗൺ പള്ളിയിൽ മാത്രമാണ് 53. ഇവിടെ അടുത്തുള്ള പള്ളിയിൽ 10ഓളം മയ്യത്തുകൾ ചെയ്തിട്ടുണ്ട്. വേറൊരു പള്ളിയിൽ 10ഓളം വേറെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ 2-3 പള്ളിയിൽ വേറെയും ചെയ്തിട്ടുണ്ട്. ഇവിടെ മാത്രമാണ് 53 മയ്യത്ത് വന്നത്. വല്ലാത്തൊരു അവസ്ഥയല്ലേ? ആ മയ്യത്തുകളിൽ തന്നെ പലതും ഉടല്, തല ഒക്കെ ഇല്ലാത്തവരും ഉള്ളവരൊക്കെ ഉണ്ട്. അത് തിരിച്ചറിഞ്ഞതിനനുസരിച്ച് തിരിച്ചറിയുന്നതനുസരിച്ച്, അതായത് ഫുള്ള് ആളുകളുടെ ഫുൾ രൂപം കിട്ടാതെ തന്നെ രൂപമല്ല. തിരിച്ചറിയുന്ന ഒരു ഉമ്മാന്റെ മയ്യത്ത് കൊണ്ടുവന്നിട്ട് അത് കാൽക്ക് മുടന്നുള്ളത് കൊണ്ട് അവർക്ക് വേഗം തിരിച്ചറിയാൻ കഴിഞ്ഞു. അപ്പൊ അങ്ങനെ കൊണ്ടുവന്ന് തലഭാഗം ഒന്നും ഇല്ലാതെ ചെയ്തിട്ടുണ്ടോ? പല ഭാഗത്തും തല ഇല്ലാത്തതുണ്ട്, കാലില്ലാത്തതുണ്ട്, പിന്നെ നര താഴോട്ടില്ലാത്തതുണ്ട്, ഇവിടുന്ന് മുകളിലോട്ടില്ലാത്തത്. അതെങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് ചെയ്യുന്നത്? അത് അവരുടെ കുടുംബക്കാർക്ക് ചിലപ്പോ ഉണ്ടാവും, അവരുടെ അരയിൽ ചരട് ഉണ്ടാവും, ചാവിന്റെ ചരടുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ മോതിരങ്ങൾ ഉണ്ടാവും. ഇങ്ങനെ തുടങ്ങിയിട്ട് പലതും അവർക്ക് തിരിച്ചറിയാനുള്ള പല സിഗ്നലുകളും ഉണ്ടാവും. അത് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന്റെ ഉദ്യോഗസ്ഥന്മാർ വിട്ടുകൊടുത്തതിന് ശേഷം തലഭാഗം ഇല്ലാതെ പോലും ഇവിടെ മറവ് ചെയ്തിട്ടില്ല. വല്ലാത്തൊരു അവസ്ഥ തന്നെയല്ലേ ശരിക്കും. എനിക്ക് തോന്നുന്നു ഈ മേപ്പാടി എന്നുള്ള ഈ ജുമാ മസ്ജിദിൽ ശരിക്കും ആദ്യമായിട്ടായിരിക്കും, കേരളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇത്തരം ഒരു ദിവസം തന്നെ ഇത്രയേറെ കബർ കുഴിക്കുന്നത് അല്ലേ? വല്ലാത്തൊരു അവസ്ഥ. ചരിത്രത്തിൽ ഒരു പക്ഷേ ഇങ്ങനത്തെ ഒരു ഇതുണ്ടായതിനു ശേഷം ആദ്യമായിട്ടായിരിക്കും അല്ലേ? മനുഷ്യന്മാരെ ഒന്ന് ആലോചിച്ച് നോക്കുക. എത്രയേറെ സ്വപ്നങ്ങള്, എത്രയേറെ ആഗ്രഹങ്ങള്, സ്വപ്നങ്ങളൊക്കെ ഉള്ള ആളുകളാണ് ഇവിടെ വന്ന് കിടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലെ? ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണുള്ളത് എന്നുള്ളത് വളരെയധികം സത്യാവസ്ഥയോടെ കാണിച്ചു തരാം അല്ലെ? ദൈവം ഒന്നുണ്ടെങ്കിൽ ശരിക്കും ഇത് നമ്മൾ തീർച്ചയായും തിരിച്ചു വരണം അല്ലെ, ഇത്തരം സംഭവത്തിലേക്കൊക്കെ അല്ലെ? പിന്നെ ദൈവത്തിന്റെ കുറെ കണക്കൂട്ടലുകൾ ഉണ്ടാകുമല്ലോ. താങ്കൾ എന്തിന്റെ പ്രചോദനത്തിലാണ് ശരിക്കും ഇവിടെ വന്ന് ഈ കർമ്മങ്ങൾ ചെയ്യുന്നത്? നമ്മളുടേതായ മതത്തിന്റെ കുറച്ച് നിയമങ്ങളുണ്ടല്ലോ. അപ്പം ഇവിടെ എന്താക്കണം, കബർ കുഴിക്കാനും
മയ്യത്ത് പരിപാലനത്തിനും പിന്നെ മറ ചെയ്യാനും ആള് വേണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊപ്പം തന്നെ ഉണ്ടാക്കിയത്. കൊടുവള്ളിയിൽ നിങ്ങൾ മാത്രമാണോ വന്നത്? അല്ല, നമ്മൾ ഒരുപാട് കുട്ടികളുണ്ട്. ആണല്ലേ? നിങ്ങളൊക്കെ എവിടുന്ന് വന്നാണ്? ജസ്റ്റ് ഒന്ന് ചോദിക്കാം. ഒരു നിങ്ങൾ എവിടുന്ന് വന്നാണ്? കോഴിക്കോട് വടകര നാദാപുരം. അവിടെ നിന്ന് ഇവിടെ വരെ വന്നാണ്. എത്ര ദിവസമായി വന്നിട്ട്? ഇന്ന് രാവിലെ വന്നാണ്. നിങ്ങളൊക്കെ ഇത് ഈ പരിപാലനവുമായി ബന്ധപ്പെട്ട് വന്നാണല്ലേ? ഒറ്റ ദിവസം തന്നെ നമ്മൾ 4.5 മണിക്കൂർ കൊണ്ട് 52 ഖബർ ഇവിടെ കുഴിച്ചിട്ടുണ്ട്. ഇവിടെ ചെങ്കുത്തായ സ്ഥലമാണ്. പക്ഷെ അതൊക്കെ കേരളത്തിന്റെ പല ഭാഗത്ത് നിന്ന് ആൾക്കാർ വന്നിട്ട് അവരെന്നെ ആയുധങ്ങളൊക്കെ കൊണ്ടുവന്ന് ഖബർ വൃത്തിയാക്കി. എന്തൊരു കേരളത്തിലെ സംഘടനയോ രാഷ്ട്രീയമോ മതങ്ങളോ ഒന്നും ഇതില്ല, വ്യത്യാസമില്ലാതെ എല്ലാവരും വന്നാണ് ഇവിടെ എല്ലാ വിഷയങ്ങളും ചെയ്തത്. ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ, ഒരമ്മ പെറ്റ മക്കളെ ഇങ്ങനെ തന്നെ അല്ലേ ശരിക്കും വേണ്ടത്? തന്നെയാണ് അല്ലേ? അപ്പോൾ ഈ വെറുപ്പിന്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ വെറുപ്പിന്റെ സംഭവം പറയുന്ന ആളോട് എന്താണ് പറയാനുള്ളത്? അങ്ങോട്ട് നോക്കി പറയാം. വെറുപ്പിന്റെ രാഷ്ട്രീയം പറയുന്നവരോട് ഈ അനുഭവം ആർക്കും വരും. നമ്മളെ ജീവനും ഒന്നും ഒരു സെക്കൻഡ് പോലും വാല്യൂ ഇല്ല. അപ്പോൾ ഇതൊന്നും നമ്മൾക്ക് എന്താക്കാൻ കഴിയൂല, നാളേക്കുള്ള ഒരു മുതൽക്കൂട്ടാവില്ല. നമ്മളെന്നും ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ നിന്നാൽ അതിൽ നമുക്ക് വലിയ സന്തോഷങ്ങൾ ഉണ്ടാവും. ഈ ലോകത്തും ഉണ്ടാവും, വരാൻ പോകുന്ന ലോകത്തും ഉണ്ടാവും. നിങ്ങൾ കോഴിക്കോട് നിന്നാണ് വരുന്നത് അല്ലേ? 53ഓളം മയ്യത്തുകളാണ് ഇവിടെ സംസ്കരിച്ചിട്ടുള്ളത് അല്ലേ? 53. എന്താണ് പറയാനുള്ളത്? ശരിക്കും ഇത്രയും ലെവലിലേക്ക് ആദ്യമായിട്ടായിരിക്കും ഇവിടെ ഇത്രയും ലെവലിലേക്ക് ഒരു ഖബർ, ഇത്രയും 53 ഖബറൊക്കെ ഒരുമിച്ച് കുടിക്കുന്നത്. വയനാട്ടിനെ നടുക്കിയ ഏറ്റവും വലിയൊരു ദുരന്തമാണല്ലോ നമ്മൾ കാണുന്നത്. ശരിക്കും പറഞ്ഞാല് സത്യത്തിൽ ഈ പ്രകൃതി ദുരന്തം ശരിക്കും മനുഷ്യന്റെ കൈകടത്തലാണ്. അങ്ങനെ പറയാൻ പറ്റുമോ? നമ്മള് പുഴകള് മണലെടുക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ചതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. കോരികള് പാറ പൊട്ടിച്ചിട്ട് ഈ മണലെടുത്തിരുന്നെങ്കിൽ പുഴ നിറഞ്ഞു വീഴില്ലായിരുന്നു. എന്തിനു വേണ്ടി അത് തടഞ്ഞു? എന്റെ മനസ്സിൽ തീർച്ചയായും ഈ ഒരു അവസരത്തില് അത്ര ഒരു സംഭവം ഉണ്ട്. ശരിക്കും ഞാൻ മണൽ എടുക്കുന്നതിനോട് യോജിപ്പ് ഉള്ള ആളാണ്. കാര്യം അത് സമൂഹത്തിന് മുന്നിൽ തുറന്നു പറയാൻ കഴിയില്ല. കാര്യം പല സംഭവങ്ങളും പല പ്രളയങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഒഴുകി പോകാനുള്ള സാഹചര്യങ്ങളും അറ്റ്ലീസ്റ്റ് ഉണ്ടാവും. ശരിക്കും അല്ലെ? ഭാരതപ്പുഴ നമുക്ക് ഓരോ വർഷവും തരുന്ന വിഭവമാണ് മണൽ. അതെ, അതിനെ തടഞ്ഞു വെച്ചുകൊണ്ട് കോറി മാഫിയന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കളി ഇതിന്റെ പിന്നിലുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളെ. ഭാരതപ്പുഴ ശരിക്കും ഇപ്പൊ നോക്കിയാൽ അറിയാൻ പറ്റും, മൊത്തം അടഞ്ഞു കിടക്കുന്നതാണ്. ഒരു വെള്ളം വന്നു കഴിഞ്ഞാൽ പോവാൻ സാഹചര്യമില്ല. 2 ദുരന്തം കഴിഞ്ഞ പ്രളയം പോലും ശരിക്കും അത്തരം രീതിയിലേക്ക് വന്നതായിരിക്കും അല്ലെ? പിന്നെ ഇത് നമ്മൾ ഇവിടുത്തെ മാത്രം പറയാൻ പറ്റില്ല, ആഗോള താപനത്തിന്റെ പ്രതിഫലനാണ് ഇത്. അവിടെ നമുക്ക് എപ്പോ ചൂട് കൂടുന്നോ അടുത്ത വർഷം മഴ കൂടും. ഈ പൊങ്ങിപ്പോകുന്ന വെള്ളം വീണ്ടും ഇങ്ങോട്ട് വന്നേ പറ്റുള്ളൂ. അതെവിടെ പെയ്യുന്നു എന്നുള്ളത്, ആര് ചെയ്ത് ആഗോള താപനം എന്നുള്ളത് മറ്റൊരു വിഷയം. തീർച്ചയായും അതുകൊണ്ട് സന്ദർഭങ്ങളിൽ ഇതൊന്നും ചർച്ച ചെയ്യണ്ട എന്ന് പറയുമ്പോഴും മിക്കവാറും ഇത്തരം സംഭവങ്ങൾ ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. ഇവിടെ ഫസ്റ്റ് ഞങ്ങൾ തുടങ്ങിയത് 26 ഖബറാണ് ആദ്യം തുടങ്ങി വെച്ചത്. അത് ഏകദേശം ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഫില്ലായി. പിന്നെ രണ്ടാമത്തെ ദിവസം ഞങ്ങൾ 52 ഖബർ എടുത്തു വെച്ചിരുന്നു. അതെങ്ങനെയാ വെച്ചാൽ ഓരോരുത്തർക്ക് 3, 2, 4 ആ തോതിലാണ് എടുത്തിട്ടുള്ളത്. അതിൽ പരമാവധി ഇവിടെ മറവ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഇനി ബാലൻസ് ഉണ്ട്. പിന്നെ തിരിച്ചറിയാത്ത കാരണം ഇനിയിപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരില്ല എന്നാണ് കമ്മിറ്റിക്കാർ പറഞ്ഞത്. എന്താണ് അവസ്ഥ? ഓരോരുത്തരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഫസ്റ്റൊക്കെ എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ വരുമ്പോൾ ഫുൾ ഭാഗങ്ങളോ ഒന്നുമില്ല, കുറഞ്ഞ ഭാഗങ്ങളൊക്കെ ഉള്ളൂ. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മോളത് എൻ്റെ മോളൊപ്പം പഠിച്ചിരുന്നതാണ്. അവളെ മോളെ കിട്ടിയിട്ടില്ല, അവളെ കിട്ടി, അതും പകുതിയേ ഉള്ളൂ. അതൊക്കെയാണ് ഞങ്ങളുടെ ദയനീയ അവസ്ഥകൾ. നിങ്ങൾ ആരെങ്കിലും മിസ്സായിട്ടുണ്ടോ? ഞങ്ങളാരും മിസ്സായിട്ടില്ല. ഞാൻ ഇവിടെ തന്നെ ഉള്ളതുകൊണ്ട്. എത്ര വർഷമായി ഇവിടെ ഖബർ കുഴിക്കാൻ തുടങ്ങിയിട്ട്? അതുമായി തന്നെ ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഒത്തിരി ഒന്ന് പറയാം. ഇതിന് മുമ്പ് എത്ര വർഷമായി? ഞാനിപ്പോൾ 30 വർഷത്തിൻ്റെ മുകളിലായി. ഇതിന് മുമ്പ് പിന്നെ ഒരു ഉരുൾപൊട്ടലും കൂടി ഇതേപോലെ ഉണ്ടായത് മൊത്തം ഇവിടെ മറവ് ചെയ്തു. അന്ന് 9 മരണം ഉണ്ടായിരുന്നു. 9 മരണം ഇവിടെ മറവ് ചെയ്തു. അത് പിന്നെ അത്ര ഭീകരത ഒന്നും ഉണ്ടായില്ല. അപ്പോൾ വന്നത് വളരെ ദയനീയമായിട്ടാണ് വന്നത്. ഏറ്റവും കൂടുതൽ ഞങ്ങളെ സഹായിച്ച ആൾക്കാരാണ് ഇവർ. പിന്നെയുണ്ട് കുറേ ആൾക്കാരൊക്കെ അവരൊക്കെ താഴെയാണുള്ളത്. അതൊക്കെ ഇപ്പോൾ ഓരോ പണികളിലും എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. മേപ്പാടിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അറിയുന്ന ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ടോ? ഒരുപാട് പേര് പോയിട്ടുണ്ട്. എങ്ങനെ ഒന്നുകൂടെ? ഒരുപാട് പേര് പോയിട്ടുണ്ട് മേപ്പാടി സംബന്ധിച്ചിട്ട്. അവരെ ഒരുവിധം കുടുംബങ്ങളൊക്കെ മുണ്ടക്കായുള്ള ആളുകളെ ഒരുവിധം കുടുംബങ്ങളൊക്കെ മേപ്പാടിയാണ് ഉള്ളത്. കുറഞ്ഞ ആളുകളെ അവിടെ ഉള്ളൂ. ബാക്കി എങ്ങനെ വന്നാലും ഇവിടെ ഉണ്ടാകുക മേപ്പാടിയിൽ നിന്ന് പോയവരാണ് അധികം അവിടെ. കുറഞ്ഞ ആളുകളെ അവിടെ വേറെ സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളതേ ഉള്ളൂ. ബാക്കി അധികം മേപ്പാടിയിൽ നിന്ന്
പോയ ആളുകളാണ് മുണ്ടക്കായി ഉള്ളത്. ചൂരൽമല പിന്നെ ആദ്യം ഓരോ സെക്ഷനായിട്ടുള്ള ആളുകളുണ്ട്, അങ്ങനെയാണ് അവിടെ ഉള്ളത്. ഓരോ കുടുംബത്തിൽ നിന്ന് തന്നെ കുടുംബത്തിന് 37 ഇപ്പോൾ ആലക്കൽ എന്ന് പറഞ്ഞൊരു ആലക്കൽ എന്ന് പറയുന്ന കുടുംബം ഏറ്റവും വലിയ കുടുംബമാണ് അവിടെ മുണ്ടക്കായി ഭാഗത്തുള്ള മുണ്ടക്കായി ചൂരൽമല ആയിട്ട്. അവരിലിപ്പോൾ ചുരുങ്ങിയത് പറയുന്നത് അവർ 64 പേരെ കാണുന്നില്ല എന്നാണ് പറഞ്ഞത്. അവരിൽ നിന്ന് 64 പേരെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ഏകദേശം മുണ്ടക്കായി തീർന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അത്ര ആളുകളുള്ള കുടുംബമാണ് അവരത്. ഏറ്റവും വലിയ കുടുംബം അവിടെ അതാ. വലിയ സങ്കടമല്ലേ ശരിക്കും ഇവിടെ മേപ്പാടി? ഭയങ്കര സങ്കടമുള്ള കാര്യങ്ങളാണ് മൊത്തം. മേപ്പാടി മാത്രമല്ല, എല്ലാ സ്ഥലങ്ങളിലും ഒന്നും ഇപ്പോൾ വന്നതാണെങ്കിലും അല്ലെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വിഷമമുള്ളൊരു കാര്യം തന്നെയാണ്.